പ്രൈസ് ദി ലോർഡ്. വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാ വിശുദ്ധന്മാർക്കും സ്നേഹവന്ദനം. കർത്താവിൻ്റെ കൃപയാൽ വീണ്ടും നമുക്ക് ഒരു ദിവസം കൂടി ദൈവസന്നിധിയിലായിരിക്കാനും ദൈവവചനം പഠിക്കുവാനും കർത്താവ് നമുക്ക് അവസരം തന്നു. നമ്മൾ പഠിക്കുന്ന വിഷയങ്ങളെല്ലാം വളരെ കൃത്യതയോടുകൂടി നമ്മുടെ ജീവിതത്തിൽ പകർത്തുവാൻ നമുക്ക് കടപ്പാടുണ്ട്. കാരണം ഇത് ദൈവത്തിൻ്റെ വചനമാണ്. ദൈവത്തിൻ്റെ വചനം അത് നമ്മൾ വളരെ ഉത്സാഹത്തോടു കൂടി നമ്മുടെ ജീവിതത്തിൽ പകർത്തിയാൽ സ്വർഗം നമ്മളിൽ സന്തോഷിക്കുവാനിടയായിട്ട്. അപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരുന്ന വിഷയത്തിലേക്ക് തന്നെ ഞാൻ വേഗം വരാൻ ആഗ്രഹിക്കുക. നമ്മൾ കണ്ടത് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ആത്മീയ ദൃഷ്ടി പ്രകാശിക്കുവാൻ വേണ്ടിയിട്ട് പൗലോസ് പ്രാർത്ഥിച്ചു. എങ്കിൽ മാത്രമേ നമുക്ക് നിത്യതയെക്കുറിച്ച് കണ്ടുകൊണ്ട് നിത്യതയ്ക്ക് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ പൂർണ്ണമായും ചെയ്യാൻ കഴിയൂ. എന്നാൽ ഇന്നും അനേകരുടെയും ഹൃദയദൃഷ്ടി വീണ്ടും ഇരുണ്ടുകൊണ്ടിരിക്കുക, കാഴ്ചപ്പാട് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. നിത്യതയുടെ കാഴ്ചപ്പാട് നഷ്ടപ്പെട്ട് ദേവാസിനെ പോലെ ലോകത്തിലേക്ക് ഓടിക്കൊണ്ടിരിക്കുക, ലോകമോഹങ്ങളിലേക്ക് വിട്ടുകൊണ്ടിരിക്കുക. അത് വലിയൊരു വഞ്ചനയാണ്. അങ്ങനെയുള്ള നമ്മുടെ ഹൃദയദൃഷ്ടിയെ പ്രകാശിക്കുന്നില്ല എങ്കിൽ നമുക്കുണ്ടാകുന്ന തീരാ നഷ്ടം. അതിന് ഒന്നാമത്തെ ഒരു ഉദാഹരണമാണ് പഴയ നിയമത്തിൽ ബിലെയാം എന്ന് പറയുന്ന ആ പ്രവാചകൻ. വളരെ എന്ന് പറഞ്ഞാൽ തൻ്റെ ജീവിതത്തിൽ താൻ എങ്ങനെയുള്ള പ്രവാചകനായിരുന്നു അറിയാമോ? സർവശക്തൻ്റെ ദർശനം ദർശിക്കുന്നവെന്നാണ് നമ്മൾ സംഖ്യാപുസ്തകം 24:16 വായിക്കുന്നത്. എന്താണ് അവിടെ നമ്മൾ വായിക്കുന്നത്? സർവശക്തൻ്റെ ദർശനം ദർശിക്കുന്നവൻ എന്ന് പറഞ്ഞാൽ എപ്പോഴും സർവശക്തനോട് മുഖാമുഖം സംസാരിക്കുന്നവനായിരുന്നു. ദൈവത്തെ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ കണ്ടിട്ടില്ല, അത് വേറൊരു അർത്ഥം. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ അതുപോലെ ദൈവശബ്ദം കേൾക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. എന്നാൽ അങ്ങനെയുള്ള ഈ ബിലെയാം, അവന് ദൈവം അവനെതിരെ നിൽക്കുന്നത് കാണാൻ കഴിഞ്ഞില്ല. നമുക്കറിയാം, ബാലാക്ക് ബിലെയാമിനെ ഇസ്രായേൽ ജനത്തെ ശപിക്കുവാനായിട്ട് വിളിക്കുമ്പോൾ ഈ ബിലെയാം കൊതിച്ചു. ധനമോഹം അവനെ കുരുടനാക്കി, കാഴ്ച നഷ്ടപ്പെട്ടു. അവൻ ദൈവത്തെ സമ്മതിപ്പിച്ച് ഒരു പ്രാവശ്യം ദൈവം പറഞ്ഞു, നീ പോകരുത്. വീണ്ടും അവൻ ചോദിക്കാൻ പോയപ്പോൾ നീ പോകുവാൻ പറഞ്ഞു. അപ്പോൾ നമുക്കറിയാം, ദൈവം അവനെതിരെ, ദൈവത്തിൻ്റെ ദൂതൻ വാളുമായി നിൽക്കുന്നത് നമ്മൾ ഈ സംഖ്യാപുസ്തകം 22-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്ന കാര്യമാണ്. ഞാനതെല്ലാം അവിടെ വായിക്കണ്ടല്ലോ. യഹോവയുടെ ദൂതൻ അതിൻ്റെ 22-23 യഹോവയുടെ ദൂതൻ വാൾ ഊരിപ്പിടിച്ചുകൊണ്ട് വഴിയെ നിൽക്കുന്നത് കഴുത കണ്ടു, ബിലെയാം കണ്ടില്ല. കണ്ടോ? ദൈവത്തെ കണ്ടുകൊണ്ടിരുന്ന ബിലെയാമിന് അവൻ്റെ കാഴ്ച നഷ്ടപ്പെട്ടിരിക്കുക. കഴുത കണ്ടതുകൊണ്ട് കഴുത ആ വ്യക്തിയോട് ജനിക്കുന്നു. സംഭവങ്ങളൊക്കെ അറിയാം. 3 വട്ടം കഴുതി അടിക്കുന്നു. അവസാനം കഴുതയുടെ വായി ദൈവം തുറക്കുന്നു. ഞാൻ നിന്റെ കഴുതയല്ലേ, ഇത്രയും നാളെ നിന്നെയല്ലേ ഞാൻ വഹിച്ചുകൊണ്ട് വളർന്നേ, ഞാൻ നിന്നെ ഇങ്ങനെ ഇത് ചെയ്യുന്നുണ്ടോ? അപ്പം ഇവൻ പറയുന്നത്, എൻ്റെ ഒരു വാളുണ്ടായിരുന്നു, ഞാൻ കൊന്നു കളഞ്ഞായിരുന്നു. ആ സമയത്താണ് നമ്മൾ വായിക്കുന്നത് അതിൻ്റെ 22-31 വാക്യത്തിൽ, അപ്പോൾ യഹോവ ബിലെയാമിൻ്റെ കണ്ണ് തുറന്നു. യഹോവയുടെ ദൂതൻ വാൾ ഊരിപ്പിടിച്ചുകൊണ്ട് നിൽക്കുന്നത് അവൻ കണ്ടു, സാഷ്ടാംഗം വീണ് നമസ്കരിച്ചു. അപ്പോൾ ഇവിടെ നമ്മളൊരു വ്യക്തമായിട്ടൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഒരു തെറ്റായ പാതയിലേക്ക് തിരിയുമ്പോൾ നമ്മുടെ ആത്മീയ കാഴ്ചപ്പാട് നഷ്ടപ്പെടും. പിന്നെ നമ്മൾ ചെയ്യുന്നത് നമുക്ക് നല്ലതായിട്ടൊക്കെ തോന്നും, പക്ഷേ അവിടെ ഒന്നും ദൈവപ്രസാദമില്ല. നോക്കുക ദൈവമക്കളെ, അപ്പോൾ പാപം നമ്മൾ ഇന്നലെയും കണ്ടല്ലോ. വിലാപങ്ങൾ 5:17 എൻ്റെ ഹൃദയത്തിന് രോഗം അല്ലെങ്കിൽ പാപം പിടിച്ചതുകൊണ്ട് എനിക്ക് എൻ്റെ കാഴ്ച മങ്ങി, കാണേണ്ട വണ്ണം കാണുവാൻ കഴിയുന്നില്ല. ഇവിടെ മങ്ങല് മാത്രമല്ല പ്രിയമുള്ളവരെ, അവന് ഇത്രമാത്രം നാശം ഭവിക്കേണ്ട ഒരനുഭവത്തെ ബിലെയാമിന് കാണാൻ കഴിഞ്ഞില്ല. ഇന്ന് അനേകരും പെട്ടുപോയിരിക്കുക ഇങ്ങനെ. അതുകൊണ്ടാണ് അനേകരും നശിച്ചുകൊണ്ടിരിക്കുന്നത്. മനസ്സിലാക്കണം, നമ്മുടെ ജീവിതത്തിൽ ഇവിടെ ഇതാ ബിലെയാമിൻ്റെ ജീവിതം നമുക്ക് ആ നിലയിൽ കാണാൻ കഴിയും. ശരിക്കും ക്രിസ്തുവിനായ ഒരു വ്യക്തിയുടെ അവൻ്റെ ആത്മീയമായ കണ്ണുകൾ, നേത്രങ്ങൾ തുറക്കപ്പെട്ടിരിക്കണം. നമുക്കറിയാം, ഏലീശയുടെ ദാസനായ ഗേഹസി ഒരിക്കൽ
എലീശയോട് എന്ന് പറഞ്ഞു, യജമാനെ, ഇതാ നമ്മളെ പിടിക്കാനായിട്ട് ആരാം രാജാവ് അയച്ച സേന നമ്മളെ വളഞ്ഞിരിക്കുക. അവൻ വളരെ ഭയവിക്കുലനായിരുന്നു. അപ്പോൾ നമുക്കറിയാം, കാരണമൊക്കെ നിങ്ങൾക്കറിയാം. കാരണം ആരാം രാജാവ് ഇസ്രായേലിനെ എതിർക്കുവാനായിട്ട് പിടിക്കുവാനായിട്ട് വരുമ്പോഴൊക്കെ അതിന് മുന്നമേ തന്നെ സൈന്യത്തെ അയച്ച് അവർ വരുന്ന വഴികളെയൊക്കെ തടഞ്ഞ് അവരവിടെ യുദ്ധത്തിന് റെഡിയായിട്ട് നിന്നു. ഇത് ആരാം രാജാവിനൊരു അതിശയമായി. അപ്പോൾ ആരാം രാജാവിന് അറിവ് കിട്ടി, ഇവിടെ നമ്മൾ സംസാരിക്കുന്നതെല്ലാം എലീശ രാജാവിനോട് പറയുന്നു. കാരണം ദൈവം എലീശയ്ക്ക് വെളിപ്പെടുത്തുന്നു. എലീശ എന്ന് രാജാവിനോട് പറയുന്നു. ഈ കാര്യം അവർക്ക് മനസ്സിലായി. അതുകൊണ്ട് എലീശയെ പിടിക്കുവാനായിട്ട് ആരാം രാജാവ് അയച്ച ഒരു ശക്തമായ സൈന്യമാണ്. ഇത് കണ്ടാണ് ഗേഹസി ഭീതിപ്പെടുന്നത്. അപ്പോൾ ഗേഹസിയുടെ ഭീതി മാറ്റുവാനായിട്ട് ദൈവത്തോട് എലീശ പ്രാർത്ഥിക്കുക. അപ്പോൾ എന്ത് സംഭവിച്ചതെന്നറിയാമോ? ദൈവം ഈ ഗേഹസിയുടെ കണ്ണു തുറന്നു, എലീശയുടെ ദാസന്റെ കണ്ണു തുറന്നു. അപ്പോൾ അതിനെക്കുറിച്ചാണ് നമ്മൾ വായിക്കുന്നത്. 2 രാജാവ് അതിൻ്റെ 6-ാം അധ്യായം 17-ാം വാക്യത്തിലാണ്. നിങ്ങൾക്ക് ആ വാക്യം ഓർമ്മയുണ്ടാകും. 2 രാജാവ് 6:17. പിന്നെ എലീശ പ്രാർത്ഥിച്ചു, യഹോവേ, ഇവൻ കാണത്തക്കവണ്ണം ഇവന്റെ കണ്ണ് തുറക്കണമേ എന്ന് പറഞ്ഞു. യഹോവ ബാല്യക്കാരന്റെ കണ്ണ് തുറന്നു. എലീശയുടെ ചുറ്റും അഗ്നിമയമായ കുതിരകളും രഥങ്ങളും കൊണ്ട് മല നിറഞ്ഞിരിക്കുന്നത് അവൻ കണ്ടു എന്ന് പറഞ്ഞാൽ ബാക്കി സംഭവങ്ങളൊക്കെ നിങ്ങൾക്കറിയാം. ഞാൻ പറയുന്ന കാര്യം പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ നമുക്ക് വേണ്ടിയുള്ള ആ പ്രബന്ധം, ആ കരുതൽ നമ്മൾ കാണണം. അത് എലീശയുടെ ദാസന് അത് കാണുവാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് പ്രതികൂലത്തെ കണ്ട് താൻ ഭയപ്പെട്ടു. എന്നാൽ എലീശയ്ക്ക് ഇവിടെ യാതൊരു ഭയവുമില്ല. കാരണം തൻ്റെ ഹൃദയദൃഷ്ടി പ്രകാശിക്കപ്പെട്ടത്. തന്നെ കരുതുന്ന ദൈവത്തെക്കുറിച്ച് നല്ല ബോധ്യമുണ്ട്. ഈ ബോധ്യം ഇന്ന് നമുക്കുണ്ടോ? നമ്മളെ കരുതുന്ന ഒരു ദൈവം നമുക്ക് വേണ്ടി ജീവിക്കുന്നു എന്നുള്ള ബോധ്യം നമുക്കുണ്ടോ പ്രിയമുള്ളവരെ? അതോ നമ്മൾ പ്രതികൂലങ്ങളെ കണ്ട് വാവിട്ട് കരയുകയാണോ? ദൈവം അങ്ങനെ നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ നാം കാണേണ്ടതിനെ കാണണം. ദൈവത്തിൻ്റെ പ്രബന്ധങ്ങളെ കാണണം. ഒരിക്കൽ തൻ്റെ മകൻ്റെ മരണമെനിക്ക് കാണേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ആഗാർ കരയുകയാണ്. മകൻ വെള്ളമില്ലാതെ, വെള്ളം കിട്ടാതെ മകൻ കരയുകയാണ്. അപ്പോൾ ആ മരുഭൂമിയിൽ വെള്ളം ഉണ്ടായിരുന്നു, പക്ഷെ അവർക്ക് കാണാൻ കഴിഞ്ഞില്ല. അപ്പോൾ അവിടെ നമ്മൾ വായിക്കുന്നത് ഉൽപ്പത്തി 21:17 ആഗാറിൻ്റെ കണ്ണ് ദൈവം തുറന്നു. അവൾ ഉറവ കണ്ടു, അതിൽ നിന്നും വെള്ളം കൊണ്ടുവന്ന് മകനെ കുടിപ്പിച്ചു. നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, ദൈവത്തിൻ്റെ തൻ്റെ ഭക്തന്മാർക്ക് വേണ്ടിയുള്ള പ്രബന്ധം ദൈവം കാണിക്കാതെ ആർക്കും കാണാൻ കഴിയില്ല. ഇവിടെ ആഗാറിൻ്റെ കണ്ണ് ദൈവം തുറന്നു. നമ്മൾ മനസ്സിലാക്കണം, ഇതൊരു വലിയ കാര്യം തന്നെയാണ് ഇവിടെ. ദൈവം നമ്മുടെ കണ്ണുകൾ തുറന്നെങ്കിൽ മാത്രമേ നമുക്ക് ആത്മീയ സത്യങ്ങളെ വേണ്ടും വണ്ണം ഗ്രഹിക്കാൻ കഴിയുള്ളൂ. ഒരിക്കൽ കർത്താവായ യേശുക്രിസ്തു ഉയർത്തെഴുതിയതിന് ശേഷം 2 ശിഷ്യന്മാർ യെരുശലേമിൽ നിന്ന് എമ്മോസിലേക്ക് പോകുമ്പോൾ നടക്കുന്ന ചർച്ചയും അവരുടെ ജീവിതത്തിലെ അനുഭവത്തെക്കുറിച്ച് നമ്മൾ ലൂക്കോസിൻ്റെ വിശേഷം 24-ാം അധ്യായത്തിൽ വായിക്കുന്നുണ്ടല്ലോ. അവിടെ വായിക്കുന്ന, അപ്പോൾ ഇവരോട് കൂടെ യേശുവും കൂടെ ചേർന്ന് നടന്നു. നമ്മൾ അതേ ഈ ആ അധ്യായത്തിൽ 24-ാം അധ്യായം 16-ാം വാക്യത്തിൽ വായിക്കുന്നത് അവനെ അറിയാം. അതിന് 15 വായിക്കാം. അതിൻ്റെ 15 വായിച്ചാലും നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് അതിൻ്റെ 13 മുതലുള്ള വാക്യം വായിക്കാം. അന്ന് തന്നെ അവരിൽ 2 പേർ യെരുശലേമിൽ നിന്നും 7 നാഴിക ദൂരെയുള്ള എമ്മൗസ് എന്ന ഗ്രാമത്തിലേക്ക് പോകയിൽ ഈ സംഭവിച്ചതിനെ കുറിച്ചൊക്കെയും തമ്മിൽ സംസാരിച്ചും തർക്കിച്ചു കൊണ്ടിരിക്കുമ്പോൾ യേശു താനും അടുത്ത് ചെന്ന് അവരോട് ചേർന്ന് നടന്നു. അവനെ അറിയാതെ വണ്ണം അവരുടെ കണ്ണ് നിരോധിച്ചിരുന്നു. അപ്പോൾ അവരോട് ചേർന്ന് നടക്കുകയാണ് മൂന്നാമൻ. എന്നാൽ അവർക്ക് യേശുവിനെ തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. നോക്കുക പ്രിയമുള്ളവരെ, ഇന്ന് നമ്മൾ കൂടി വരുമ്പോഴൊക്കെ കർത്താവിൻ്റെ വാഗ്ദത്തം എന്തുവാ? 2-3 പേർ എൻ്റെ നാമത്തിൽ കൂടി വരുന്നതൊക്കെ അവിടെ മധ്യ ഞാനുണ്ട്. പക്ഷേ യഥാർത്ഥത്തിൽ കർത്താവ് നമ്മുടെ മധ്യേ ഉണ്ടെന്നുള്ള ആ പൂർണ്ണമായ കാഴ്ചപ്പാടിലാണോ നമ്മൾ ദൈവത്തിൽ ഇരിക്കുന്നത്? ഇത് വളരെ വിലപ്പെട്ടൊരു കാര്യമാണ്. ഇത് പലപ്പോഴും പലരും
എന്നെ കാണുന്ന ഒരു ദൈവമുണ്ടെന്നുള്ള ചിന്താഗതി പോലും ഇല്ലാതെയാ പല കാര്യങ്ങളും ഇടപെടുന്നത്. നമ്മൾ വളരെ ഗൗരവമായിട്ട് കാണണം. അപ്പോൾ പിന്നീടുള്ള സംഭാഷണമൊക്കെ നിങ്ങൾക്ക് അറിയാം. അവസാനം അതേ അധ്യായത്തിൻ്റെ തന്നെ 30-31 വാക്യം വായിക്കുമ്പോഴത്തേക്കും അവരുമായി ഭക്ഷണത്തിനിരിക്കുമ്പോൾ അവൻ അപ്പം എടുത്ത് അനുഗ്രഹിച്ച് നുറുക്കി അവർക്ക് കൊടുത്തു. ഉടനെ അവരുടെ കണ്ണ് തുറന്നു. അവർ അവനെ അറിഞ്ഞു. അവൻ അവർക്ക് അപ്രത്യക്ഷനായി. നോക്കുക, അപ്പൊ കർത്താവ് കൂടെ ഉണ്ടായിട്ടും കർത്താവിനെ തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. കർത്താവ് അവരോട് സംസാരിച്ചപ്പോഴും അവർക്ക് കഴിഞ്ഞില്ല. എന്നാൽ അപ്പം നുറുക്കി കൊടുക്കുന്ന വേളയിൽ അത് അവർക്ക് മനസ്സിലാകാനിടയായി. മനസ്സിലാക്കുക, ദൈവം നമ്മുടെ കണ്ണ് തുറന്നെങ്കിൽ മാത്രമേ നമുക്ക് അത് കാണുവാൻ കഴിയൂ. അപ്പോൾ ദൈവം തുറക്കണം എന്ന നിലയിൽ ഞാനൊരു 7 കൂട്ടം കാര്യങ്ങൾ നിങ്ങളോട് പെട്ടെന്ന് ഈ സമയത്തിൻ്റെ പരിധിക്കുള്ളിൽ പെട്ടെന്ന് പറയാം. ഇതൊക്കെ വളരെ സമയമെടുത്ത് പറയേണ്ട കാര്യങ്ങളാണെങ്കിലും ഞാനത് വളരെ ലഘുവായിട്ട് പറയാം. ദൈവം തുറന്നെങ്കിൽ മാത്രമേ ഈ ആത്മീയ കാര്യങ്ങൾ നമുക്ക് വേണ്ടുമെന്ന് അനുഭവിക്കാനും ആസ്വദിക്കുവാനും അത് നിത്യതയിൽ നമുക്ക് പ്രതിഫലമായി തീരുവാനും ഇടയാകുകയുള്ളൂ. അപ്പം ദൈവം തുറക്കണം. ഒന്ന്, ദൈവം നമ്മുടെ കണ്ണുകളെ തുറക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് ദൈവത്തിൻ്റെ അത്ഭുതങ്ങളെ കാണാൻ കഴിയൂ. നമുക്ക് 119 സങ്കീർത്തനം അതിൻ്റെ 18 വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് എന്താ അറിയോ? നിന്റെ വചനത്തിലെ അത്ഭുതങ്ങളെ കാണേണ്ടതിന്, നിന്റെ ന്യായപ്രമാണത്തിലെ അത്ഭുതങ്ങളെ കാണേണ്ടതിന് എൻ്റെ കണ്ണ് തുറക്കണമേ. നോക്കുക, ഇവിടെ ദാവീദ് പ്രാർത്ഥിക്കുകയാണ്, നിന്റെ ന്യായപ്രമാണത്തിലെ അത്ഭുതങ്ങളെ കാണേണ്ടതിന്. അപ്പം ദൈവവചനത്തിലെ അത്ഭുതങ്ങളെ നമ്മൾ കാണണം. ദൈവവചനത്തിൽ എഴുതിയിരിക്കുന്ന അത്ഭുതങ്ങളെ കാണാൻ കഴിയുന്നുണ്ടോ? ഇന്നും അങ്ങനെ കാണാൻ കഴിയാത്തത് കൊണ്ടാണ് ചിലർ വചനം വായിക്കുമ്പോഴൊക്കെ ഇങ്ങനെ അങ്ങ് വായിച്ചു പോകും. അവർ വചനം വായിച്ചാൽ അവർക്ക് അത്ഭുതം കാണാൻ കഴിയുന്നില്ല. ഞാൻ പറയട്ടെ, ദൈവം നമ്മുടെ കണ്ണ് തുറന്നാൽ നമ്മൾ ഓരോ വചനം വായിക്കുമ്പോൾ അതിലടങ്ങിയിരിക്കുന്ന ആഴമായ സത്യങ്ങൾ അത് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ആ വായന മുമ്പോട്ട് പോകാൻ പറ്റിയല്ല. അതുകൊണ്ടാണ് നമുക്കറിയാം, പ്രത്യേകിച്ചും സങ്കീർത്തനത്തിൽ അനവധി പ്രാവശ്യം എടുത്തു പറയുന്ന ഒരു കാര്യമാണ് സേല എന്ന ശബ്ദം. സേല എന്ന ശബ്ദം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? സേല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഒരു ഇടവേള, ഒന്ന് നിർത്തുക, പിന്നെ ഒന്ന് ചിന്തിക്കുക, എന്നിട്ട് മുന്നോട്ട് പോകുക എന്ന്. നോക്കുക, നമുക്ക് ഈ 3-ാം സങ്കീർത്തനത്തിൽ തന്നെ 3-ാം സങ്കീർത്തനം ആദ്യം നമ്മൾ കാണുന്നത് അതിൻ്റെ 2-ാം വാക്യത്തിലാണ്. അവന് ദൈവത്തിൽ രക്ഷയില്ല എന്ന് എന്നെക്കുറിച്ച് പലരും പറയുന്നു. നോക്കണം, ഇത് ദാവീദിനെ കുറിച്ച് ജനം പറയുന്ന കാര്യം. എന്നിട്ട് അവിടെ കൊടുത്തിരിക്കുന്ന സേന, ഇത് ദാവീദ് തൻ്റെ മകനായ അബ്ശാലോമിൻ്റെ മുമ്പിൽ നിന്നും ഓടിപ്പോകുമ്പോൾ പാടിയ പാട്ടാണ്. അപ്പോൾ ലോകം പറയുന്നത് ഇനി അവന് ദൈവത്തിൽ രക്ഷയൊന്നുമില്ല, അവൻ തീർന്നു. നമ്മളൊന്ന് നിന്ന് ചിന്തിക്കണേ, ദൈവത്തിൻ്റെ അഭിഷിക്തനാണ്, അവൻ രക്ഷയില്ലാതെ വരുമോ? രക്ഷയുണ്ട്. ഇതൊക്കെ ചിന്തിക്കാൻ പോയി കഴിഞ്ഞാൽ നമുക്ക് എന്തുമാത്രം കാര്യങ്ങൾ പറയാനുണ്ട്. വീണ്ടും നമുക്ക് സേല എന്ന ശബ്ദം അതിൻ്റെ 4-ാം വാക്യത്തിൽ കാണാം. അവിടെ എന്താ വായിക്കുന്നത്? ഞാൻ യഹോവയോട് ഉച്ചത്തിൽ നിലവിളിക്കുന്നു, അവൻ തൻ്റെ വിശുദ്ധ പർവ്വതത്തിൽ നിന്നും ഉത്തരം അരുളുകയും ചെയ്യുന്നു. വീണ്ടും അവിടെ കാണുന്നു സേല. കണ്ടോ? അപ്പോൾ നമ്മൾ ദൈവത്തോട് അപേക്ഷിക്കുമ്പോൾ ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്നു. അങ്ങനെ പ്രാർത്ഥന കേൾക്കുന്ന ഒരു ഭക്തനാണ് ദൈവത്തിന് രക്ഷയില്ലെന്ന് ജനങ്ങൾ പറയുന്നത്. ഇതൊക്കെ നിന്ന് ചിന്തിക്കേണ്ട കാര്യമല്ലേ? വീണ്ടും ഒരു സേനാ ശബ്ദം കൂടെ അതിനകത്തുണ്ട്. അതിൻ്റെ 8-ാം വാക്യമാണ്. അവിടെ എന്താ വായിക്കുന്നത്? രക്ഷ യഹോവയ്ക്കുള്ളതാകുന്നു, നിന്റെ അനുഗ്രഹം നിന്റെ ജനത്തിന്മേൽ വരുമാറാകട്ടെ. എന്നിട്ട് കണ്ടോ സേല. ഞാൻ പറയുന്ന സാരം പ്രിയമുള്ളവരെയും, നമ്മൾ ദൈവവചനത്തിലെ അത്ഭുതങ്ങൾ കാണണം. നമുക്ക് ഈ വചനങ്ങൾ ധ്യാനിക്കുമ്പോൾ രക്ഷ യഹോവയ്ക്കുള്ളതാകുന്നു. കണ്ടോ? നമുക്ക് ഏതൊരു പ്രതികൂലത്തിലും ഒരു ഭക്തന് സന്തോഷിക്കാൻ കഴിയും. നമ്മൾ ആ ദൈവത്തിൻ്റെ വചനം, ആ വചനത്തിൽ തന്നിരിക്കുന്ന വാഗ്ദത്വം, അതിൻ്റെ മഹത്വം അതൊന്ന് കാണുവാൻ കഴിഞ്ഞാൽ പിന്നീട് നമ്മുടെ ബലഹീനതയൊക്കെ അങ്ങ് മാറും, നമ്മുടെ ഭീതിയൊക്കെ മാറും. വളരെയധികം നമ്മൾ സന്തോഷിക്കാനിടയായിത്തീരും. ഹബക്കൂക്കിൽ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ
ധ്യാനിച്ച ഒരു കാര്യമാണ്. ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും പ്രതികൂലമായപ്പോൾ അവിടെ ഹബക്കൂക്ക് എന്താ പറഞ്ഞേ? ഹബക്കൂക്ക് പറയുന്നത് 3:17 മുതൽ വായിക്കുമ്പോൾ, അത്തിവൃക്ഷം നിൽക്കുകയില്ല, മുന്തിരിവള്ളിയിൽ അനുഭവം ഉണ്ടാകുകയില്ല, ഒലിവ് മരത്തിന്റെ പ്രയത്നം നിഷ്ഫലമായി പോകും, നിലങ്ങൾ ആഹാരം വിളയിക്കുകയില്ല, ആട്ടിൻകൂട്ടം തൊഴുത്തിൽ നിന്ന് നശിച്ചു പോകും, ഗോശാലകളിൽ കന്നുകാലി ഉണ്ടായിരിക്കുകയില്ല. എന്നിട്ട് പറയാണ്, കണ്ടോ ഭക്തൻ പറയുന്ന കേൾക്കണേ, എങ്കിലും ഞാൻ യഹോവയിൽ ആനന്ദിക്കും, എൻ്റെ രക്ഷയുടെ ദൈവത്തിൽ ഘോഷിച്ചുല്ലസിക്കും. എൻ്റെ രക്ഷയുടെ ദൈവത്തിൽ. അതാണ് പ്രിയമുള്ളവരെ, നമ്മുടെ ഏത് പ്രതികൂലത്തിലെയും കടന്നു പോകാൻ ആവശ്യമായി അവിടെ രക്ഷിക്കുവാൻ കഴിയുന്നവനാണ് നമ്മുടെ ദൈവം. അപ്പോൾ ഇവിടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം, ദൈവവചനം വായിക്കുമ്പോൾ ആ വചനം, അതിലടങ്ങിയിരിക്കുന്ന അത്ഭുതം, അതിലൂടെ ദൈവത്തിന് പ്രവർത്തിക്കാൻ കഴിയുന്ന കാര്യങ്ങൾ നമുക്ക് കാണുവാൻ തക്കവണ്ണം നമ്മുടെ ഹൃദയദൃഷ്ടി തുറന്നാൽ, നമ്മുടെ കണ്ണുകളെ ദൈവം പ്രകാശിപ്പിക്കുന്നുവെങ്കിൽ ആ ധ്യാനം എത്ര അനുഗ്രഹമാണെന്നറിയാമോ? ചില സമയത്തൊക്കെ ഒരു വചനം ധ്യാനിക്കാൻ ഇരുന്ന് കഴിഞ്ഞാൽ ആ വചനത്തിൻ്റെ പ്രകാശനം വരുമ്പോൾ വളരെ ഹൃദയം തകർന്ന് കർത്താവിനെ സ്തുതിക്കാറുണ്ട്. അതെ, അപ്പോൾ ഇവിടെ അവിടുത്തെ വചനത്തിലെ അത്ഭുതങ്ങളെ കാണുവാൻ ദൈവം നമ്മുടെ കണ്ണ് തുറക്കണം. അങ്ങനെ നമ്മുടെ കണ്ണ് തുറക്കപ്പെട്ടിട്ടുണ്ടോ? നമുക്ക് ഈ വചനത്തിലെ അത്ഭുതങ്ങളെ കാണാൻ കഴിയുന്നുണ്ടോ? രണ്ടാമത്, നമുക്ക് നമ്മുടെ ചെവി ദൈവം തുറക്കണം. എന്തിനാണ്? ദൈവ നിർദ്ദേശം കേൾക്കുവാൻ. ദൈവം പറയുന്നത് കേൾക്കണമെങ്കിൽ നമുക്ക് നമ്മുടെ ചെവി ദൈവം തുറക്കണം. നമ്മൾ യെശയ്യാ പ്രവചനം അതിൻ്റെ 50-ാം അധ്യായം അതിൻ്റെ 4ഉം 5ഉം വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ നമ്മൾ വായിക്കുന്നത് 5-ാം വാക്യം വായിച്ചാലും മതി. യഹോവയായ കർത്താവ് എൻ്റെ ചെവി തുറന്നു, ഞാനോ മറുത്തു നിന്നില്ല. അപ്പോൾ യഹോവയായ കർത്താവ് എൻ്റെ ചെവി തുറന്നു. പ്രിയമുള്ളവരെ, ഇന്നും ദൈവവചനം കേൾക്കേണ്ടുമെണ്ണം കേൾക്കുവാൻ നമ്മുടെ കാതുകൾ തുറക്കപ്പെട്ടിട്ടുണ്ടോ? നമ്മുടെ ചെവികൾക്ക് യഥാർത്ഥമായ പരിച്ഛേദന ഉണ്ടായിട്ടുണ്ടോ? ദൈവം എൻ്റെ കാതുകൾ തുറന്നു, എനിക്ക് ദൈവത്തിൻ്റെ വചനം കേൾക്കുവാൻ കഴിയുന്നു എന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ട് പറയാൻ കഴിയുമോ? ദൈവം ഒരുവൻ്റെ കാതുകൾ തുറന്നെങ്കിൽ മാത്രമേ അവന് ശരിയായ ദിശയിൽ ദൈവവചനം കേട്ട് ഗ്രഹിക്കാൻ കഴിയൂ. അത് വളരെ അനിവാര്യമായ കാര്യമാണ്. എന്നാൽ ഏർക്കും ദൈവവചനം കേൾക്കാൻ തന്നെ ഇഷ്ടമില്ല. ദൈവത്താൽ തുറക്കപ്പെട്ട കാതുള്ളവന് മറ്റൊന്നും കേൾക്കുന്നത് ഇഷ്ടമില്ല, ദൈവവചനം കേൾക്കുന്നതായിരിക്കും ഇഷ്ടം. അതിനോടായിരിക്കും അവന് താല്പര്യം. അങ്ങനെ ദൈവത്താൽ തുറക്കപ്പെട്ടൊരു കാത് എനിക്കുണ്ടോ എന്ന് നോക്കാം. മൂന്നാമത്തത്, ദൈവം നമ്മുടെ ഹൃദയം തുറക്കണം. എന്തിനാണ്? വചനം വിശ്വസിക്കുവാൻ. വചനം വിശ്വസിക്കുവാൻ ദൈവം നമ്മുടെ ഹൃദയം തുറക്കണം. നമ്മൾ അപ്പോസ്തല പ്രവൃത്തി അതിൻ്റെ 16-ാം അധ്യായം 14-ാം വാക്യം വായിക്കുമ്പോൾ 16-ന്റെ 14-ാം വാക്യം, ദൈവം എന്ത് ചെയ്തു? ലുദിയായുടെ ഹൃദയം തുറന്നു. നോക്കുക, 16-ന്റെ 14-ാം വാക്യം, തീർത്ഥക്കാരത്തിയും രക്താംബരം വിൽക്കുന്നതുമായ ലുദിയ എന്ന് പേരുള്ള ദൈവഭക്തിയായൊരു സ്ത്രീ കേട്ടുകൊണ്ടിരുന്നു. പൗലോസ് സംസാരിച്ചത് ശ്രദ്ധിക്കേണ്ടതിന് കർത്താവ് അവളുടെ ഹൃദയം തുറന്നു. പ്രിയമുള്ളവരെ, മറ്റുള്ളവരും കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു, എന്നാൽ അവർക്ക് അതിൻ്റെ പ്രയോജനം ഉണ്ടായില്ല. ഒരു ലുദിയയുടെ ഹൃദയം ദൈവം തുറന്നുകൊണ്ട് അവൾക്ക് അത് വിശ്വസിക്കുവാനും ആ വിശ്വാസത്താൽ രക്ഷിക്കപ്പെടുവാനും അങ്ങനെ കർത്താവിനെ മഹത്വപ്പെടുത്തുവാനും കർത്താവ് ഇടയാക്കി. നോക്കണമേ, അവൾക്ക് വേണ്ടിയുള്ള വിശ്വാസത്തിൻ്റെ വാതിൽ എന്നൊരു പ്രയോഗം അതിൻ്റെ 14-ന്റെ 27 നമ്മൾ അതേ അപ്പോസ്തല പ്രവൃത്തി 14-ന്റെ 27 14:27 സഭയെ ഒരുമിച്ച് കൂട്ടി ദൈവം തങ്ങളോടുകൂടെ ഇരുന്ന് ചെയ്തതൊക്കെയും ജാതികൾക്ക് വിശ്വാസത്തിൻ്റെ വാതിൽ തുറന്നു കൊടുത്തതും അറിയിച്ചു. കണ്ടോ, വിശ്വാസത്തിൻ്റെ വാതിൽ. വിശ്വാസം നമുക്ക് വിശ്വസിക്കുവാൻ കഴിയണമെങ്കിൽ അതിനൊരു വാതിലുണ്ട്. അത് നമുക്കാർക്കും അറിയില്ല, കർത്താവിന് മാത്രമേ അറിയത്തുള്ളൂ. കർത്താവ് ഒരു വ്യക്തിയുടെ വിശ്വാസത്തിൻ്റെ വാതിൽ തുറക്കാതെ അവന് വിശ്വസിക്കാനേ കഴിയില്ല. അപ്പോൾ ഈ വിശ്വാസം എന്നുള്ളത് തന്നെ ദൈവത്തിൻ്റെ ദാനമാണെന്ന്
നമ്മൾ എഫേസ്യർ 2:8 വായിക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, നമ്മളൊരു കാര്യം മനസ്സിലാക്കുക, വിശ്വാസത്തിൻ്റെ വാതിൽ തുറന്നു കിട്ടിയെങ്കിൽ മാത്രമേ നമുക്ക് വിശ്വസിച്ച് രക്ഷിക്കപ്പെട്ട് യഥാർത്ഥ ആത്മീയ ജീവിതം നയിക്കാനായിട്ട് കഴിയുള്ളൂ. നാലാമത്തെ കാര്യം, നമ്മുടെ വായുധം ദൈവം തുറക്കണം. എന്തിന്? ദൈവത്തെ സ്തുതിക്കുവാൻ. നമ്മൾ സങ്കീർത്തനം അതിൻ്റെ 51-ാം അധ്യായം അതിൻ്റെ 15-ാം വാക്യം വായിക്കുമ്പോൾ, സങ്കീർത്തനം 51:15 അവിടെ വായിക്കുന്നത്, കർത്താവേ എൻ്റെ അധരങ്ങളെ തുറക്കണമേ, എന്നാൽ എൻ്റെ വായ് നിന്റെ സ്തുതിയെ വർണ്ണിക്കും. കണ്ടോ, എൻ്റെ അധരങ്ങളെ തുറക്കണമേ. ഇന്ന് അനേകർക്കും എത്രയെല്ലാം സത്യങ്ങൾ വെളിപ്പെട്ട് കിട്ടിയാലും അവർ ദൈവത്തെ സ്തുതിക്കുന്നില്ല. സ്തുതിക്കുന്നത് നേരുള്ളവർ ഉചിതമല്ലോ എന്നാണ് നമ്മൾ 33-ാം സങ്കീർത്തനത്തിൽ 1-ാം വാക്യത്തിൽ വായിക്കുന്നത്. പ്രിയമുള്ളവരെ, മരിച്ചവരും മൗനത്തിൽ ഇറങ്ങിയവരാരും ദൈവത്തെ സ്തുതിക്കുന്നില്ല. ജീവനുള്ളവർ മാത്രം ദൈവത്തെ സ്തുതിക്കും. അതും ദൈവം നമ്മുടെ അധരങ്ങളെ തുറന്നെങ്കിൽ. നോക്കുക, ദാവീദ് 34-ാം സങ്കീർത്തനം 1-ാം വാക്യത്തിൽ പറയുന്നത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവുമല്ലോ. ആ ഭക്തൻ പറയാണ്, ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും, അവൻ്റെ സ്തുതി എപ്പോഴും എൻ്റെ നാവിന്മേൽ ഇരിക്കും. നോക്കുക, ഇതാണ് ഒരു യഥാർത്ഥ ഭക്തൻ്റെ കർത്തവ്യം. ഇന്ന് ദൈവത്തെ വീണ്ടും വീണ്ടും സ്തുതിക്കുവാൻ നമുക്ക് കഴിയുന്നുണ്ടോ? രക്ഷിക്കപ്പെട്ട ദൈവത്തിലൂടെ ഞാൻ പറയട്ടെ പ്രിയമുള്ളവരെ, നമുക്ക് ഈ സ്തുതിയെക്കുറിച്ച് വളരെ ബോധ്യമുണ്ടായിരിക്കണം. കാരണം ഈ ഒരു വാക്യം നിങ്ങൾ മറക്കരുതേ. 1 തെസ്സലോനിക്കർ 5:18, തെസ്സലോനിക്കൻ ചാപ്റ്റർ 5:18, എല്ലാറ്റിനും സ്തോത്രം ചെയ്യുവിൻ, ഇതല്ലോ നിങ്ങളെക്കുറിച്ച് ക്രിസ്തുയേശുവിൽ ദൈവേഷ്ടം. എല്ലാറ്റിനും സ്തോത്രം ചെയ്യുവിൻ, ഇതാണ് നമ്മെക്കുറിച്ചുള്ള ദൈവേഷ്ടം. നമുക്ക് എല്ലാറ്റിനും വേണ്ടിയും സ്തോത്രം ചെയ്യാൻ കഴിയുന്നുണ്ടോ? എത്ര വിലപ്പെട്ട കാര്യമാണ് പ്രിയമുള്ളവരെ. ദൈവത്തിനൊരു നന്ദി പറയുവാൻ കഴിയുന്നില്ല എങ്കിൽ എത്ര ദുഃഖകരമാണ്. നമ്മളെ രക്ഷിച്ച നമ്മുടെ കർത്താവിനെ നമുക്ക് എപ്പോഴും സ്തുതിക്കുവാനായിട്ട് കഴിയണം. എപ്പോഴും സ്തുതിക്കുവാനായിട്ട് കഴിയണം. എന്നും സ്തുതിക്കുവാൻ കഴിയണം. അപ്പോൾ ഇവിടെ സ്തുതിക്കുവാനായിട്ട് വായി തുറക്കുന്നു. ഇനി 5-ാമത്തെ ദൈവം തുറക്കുന്ന കാര്യം ബുദ്ധി. ദൈവം തിരുവെഴുത്തുകളെ തിരിച്ചറിയുവാൻ വേണ്ടി ബുദ്ധി തുറക്കണം. ഇത് അനേകരും തിരുവെഴുത്തുകളെ വായിക്കുന്നെങ്കിലും അവർക്കത് ഗ്രഹിക്കുവാൻ കഴിയുന്നില്ല. കാരണം ദൈവം അവരുടെ ബുദ്ധിയെ തുറന്നില്ല. എന്നാൽ നമ്മൾ ലൂക്കോസിന്റെ സുവിശേഷം 24-ാം അധ്യായം 45-ാം വാക്യത്തിൽ വായിക്കുന്നത്, ലൂക്ക് 24:45, തിരുവെഴുത്തുകളെ തിരിച്ചറിയേണ്ടതിന് അവരുടെ ബുദ്ധിയെ തുറന്നു. കണ്ടോ, തിരുവെഴുത്തുകളെ തിരിച്ചറിയുവാൻ ദൈവം അവരുടെ ബുദ്ധിയെ തുറന്നു. പ്രിയമുള്ളവരെ, നമുക്ക് തിരുവെഴുത്തുകൾ വായിക്കുമ്പോൾ അതിലെ ആത്മീയ സത്യങ്ങളെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടോ? അതിനെ നമ്മൾ തിരിച്ചറിയുന്നുണ്ടോ? തിരിച്ചറിയൽ വളരെ ആവശ്യമാണ്. എന്നാൽ ഇന്ന് അനേക വിശുദ്ധന്മാരും തിരുവെഴുത്ത് വായിക്കുന്നെങ്കിലും അതിൽ എന്താണെന്നുള്ളതിനെ കുറിച്ച് അവർക്കൊരു തിരിച്ചറിവില്ല. എത്ര ദുഃഖകരമായല്ലേ. 6-ാമത്തെ കാര്യം, നമുക്ക് ആത്മീയ ഗോളത്തിൽ നമുക്ക് ഒരു ദൈവം നമുക്ക് ഒരു വാതിൽ തുറന്നു തരുന്നില്ല എങ്കിൽ നമുക്ക് പ്രവർത്തനങ്ങളിൽ മുന്നേറാൻ കഴിയില്ല. ഇവിടെ 2 കൊരിന്ത്യർ 2:12 പൗലോസ് പറയുന്ന വലിയൊരു സാക്ഷ്യമുണ്ട്. എന്നാൽ ഞാൻ ക്രിസ്തുവിൻ്റെ സുവിശേഷം അറിയിപ്പാൻ ത്രോവാസിൽ വന്നാറെ കർത്താവിൻ്റെ പ്രവൃത്തിക്കായി എനിക്കൊരു വാതിൽ തുറന്നു കിട്ടി. പ്രിയമുള്ളവരെ, സുവിശേഷത്തിൻ്റെ വാതിൽ, കർത്താവിൻ്റെ പ്രവൃത്തിക്കായിട്ടുള്ള വാതിൽ ദൈവം തുറന്നെങ്കിലും മാത്രമേ നമുക്ക് പ്രവർത്തിച്ച് ജയാളിയാകാൻ പറ്റൂ. ഞാൻ ചിന്തിക്കുകയായിരുന്നു, വളരെ പ്രതികൂലമുള്ള ഒരു ദേശമാണ് ഹിമാചൽ പ്രദേശ്. ഒരു വീടിന് ഒരു അമ്പലം പോലെയാണ്. എന്നാൽ ദൈവം അവിടെയും ഒരു വാതിൽ തുറന്നു. വളരെ അത്ഭുതകരമായിട്ട് ഞാൻ പറയട്ടെ, 2 വർഷവും 2 മാസവും കൊണ്ട് അവിടുത്തെ ലോക്കൽ ആൾക്കാരായിരിക്കുന്ന 38 പേര് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെടാനിടയായി. 2 വർഷവും 2 മാസവും കൊണ്ട്. ഇത് 90-91 കാര്യമാണ്. നിങ്ങൾ ചിന്തിക്കുക, എത്ര അത്ഭുതകരമാണ്. ദൈവം വാതിൽ തുറന്നു.
അതിനെക്കുറിച്ച് ഒരു സ്ത്രീ 1 കൊരിന്ത്യർ 16-ാം അധ്യായം അതിൻ്റെ 9-ാം വാക്യത്തിൽ എനിക്ക് വലിയതും സഫലവുമായൊരു വാതിൽ തുറന്നിരിക്കുന്നു, എതിരാളികളും പലരുണ്ട്. ഇവിടെ വാതിലൊക്കെ തുറന്നു കിട്ടിയെങ്കിലും ഇവിടെ എന്തുണ്ട്? എതിരാളികളുമുണ്ട്. നിശ്ചയമായിട്ടും എത്ര എതിരാളികളുണ്ടെങ്കിലും ദൈവം തുറന്ന വാതിലാണെങ്കിൽ അത് അടയ്ക്കാൻ ആർക്കും കഴിയില്ല. ശക്തമായ പ്രവർത്തനം നടക്കും. അതിലെ നമ്മൾ വെളിപ്പാട് പുസ്തകത്തിൽ ഫിലദെൽഫിയ സഭയെക്കുറിച്ച് കർത്താവ് പറയുമ്പോൾ പറയുന്നൊരു കാര്യമുണ്ടല്ലോ. 3:8 ഇവിടെ വായിക്കുന്നത്, ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു, ഇതാ ഞാൻ നിന്റെ മുമ്പിൽ ഒരു വാതിൽ തുറന്നു വെച്ചിരിക്കുന്നു, അത് ആർക്കും അടച്ചുകൂടാ. നിനക്ക് അല്പമേ ശക്തിയുള്ളൂ എങ്കിലും നീ എൻ്റെ വചനം കാത്തു, എൻ്റെ നാമം നിഷേധിച്ചിട്ടില്ല. അപ്പോൾ ഞാൻ നിനക്ക് മുൻപിൽ ഇതാ ഒരു വാതിൽ തുറന്നു വെച്ചിരിക്കുന്നു. എത്ര ശ്രേഷ്ഠമായ കാര്യമാണ്! ദൈവം തുറന്ന വാതില, അത് ആർക്കും അടയ്ക്കാൻ പറ്റിയില്ല. നോഹയുടെ പെട്ടകത്തിൻ്റെ വാതിൽ ആരാ അടച്ചേ? നോഹയല്ല അടച്ചേ, ദൈവമാണ് അടച്ചേ. അത് ആർക്കും തുറക്കാൻ പറ്റിയില്ല. ഇതുപോലെ ഇതാ രക്ഷയുടെ വാതിൽ അടയാൻ പോകുക, പിന്നീട് ആർക്കും തുറക്കാൻ പറ്റിയില്ല. പ്രിയമുള്ളവരെ, എന്നെ കേൾക്കുന്ന ആരെങ്കിലും രക്ഷിക്കപ്പെടാത്തവരായിട്ടുണ്ടെങ്കിൽ കർത്താവിനെ രക്ഷിതാവായി സ്വീകരിച്ച് ഈ രക്ഷയുടെ അനുഭവത്തിലൂടെ മുന്നേറുവാൻ കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. അവസാനമായിട്ട് ഞാൻ പറയട്ടെ, വചനത്തിൻ്റെ വാതിൽ. നമ്മൾ ഈ വചനഘോഷണം പറയുമ്പോൾ ആ വചനത്തിൻ്റെ ശരിയായ പ്രകാശനം അതൊരു വാതിലാണെന്നാണ് കൊലോസ്യ പറയുന്നത്. കൊലോസ്യ ലേഖനം അതിൻ്റെ 4-ാം അധ്യായം വളരെ വിലപ്പെട്ടൊരു കാര്യമാണ് ദൈവമക്കളെ. കൊലോസ്യ ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 3-4 വാക്യം. കൊളോസ്യൻ ചാപ്റ്റർ 4:3 and 4. എനിക്ക് ബന്ധന കാരണമായ ക്രിസ്തുവിൻ്റെ മർമ്മം പ്രസ്താവിപ്പാൻ തക്കവണ്ണം ദൈവം ഞങ്ങൾക്ക് വചനത്തിൻ്റെ വാതിൽ തുറന്നു തരികയും ഞാൻ സംസാരിക്കേണ്ട വണ്ണം അതിനെ വെളിപ്പെടുത്തുകയും ചെയ്യേണ്ടതിന് ഞങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിപ്പിൻ. കണ്ടോ പ്രിയമുള്ളവരെ, നമ്മൾ വചനം പറയുമ്പോൾ അതിലെ ആഴമായ ആത്മീയ സത്യങ്ങൾ പറഞ്ഞു കൊടുക്കണമെങ്കിൽ ആ വചനത്തിൻ്റെ വാതിൽ ദൈവം നമുക്ക് തുറന്നു തരണം. അതുകൊണ്ടാണ് വിശുദ്ധന്മാരോട് ഞാൻ എപ്പോഴും പറയാറുള്ളത്, നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. എങ്കിൽ മാത്രമേ ഈ വചനത്തിൻ്റെ യഥാർത്ഥമായ ആത്മീയ അർത്ഥങ്ങൾ വ്യാഖ്യാനിച്ചു തരാൻ കഴിയൂ. അവിടെ ഓരോരുത്തരെ പറയുന്നത് വചനത്തിൻ്റെ വാതിൽ തുറന്നു കിട്ടണം. അതുകൊണ്ട് തന്നെ എഫേസ്യ സഭയ്ക്ക് എഴുതുമ്പോഴും അതിൻ്റെ 6-ാം അധ്യായം എഫേസ്യർ 6:19-20 വായിക്കുമ്പോൾ, ഞാൻ ചങ്ങല ധരിച്ച് സ്ഥാനാപതിയായി സേവിക്കുന്ന സുവിശേഷത്തിൻ്റെ മർമ്മം പ്രാഗൽഭ്യത്തോടെ അറിയിപ്പാൻ എൻ്റെ വായ് തുറക്കുമ്പോൾ എനിക്ക് വചനം നൽകപ്പെടേണ്ടതിനും ഞാൻ സംസാരിക്കേണ്ടുമെന്നും അതിൽ പ്രാഗൽഭ്യത്തോടെ സംസാരിക്കേണ്ടതിനും പ്രാർത്ഥിപ്പിൻ. അതാണ് പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ആത്മീയ മുന്നേറ്റത്തിന് ദൈവം തുറന്നു തരുന്ന വാതിലാണ്. നമ്മളിവിടെ കർത്താവ് തുറക്കുന്ന 7 വാതിലിനെ കുറിച്ചാണ് കണ്ടേ. കണ്ണ് ദൈവം തുറക്കണം, കാത് ദൈവം തുറക്കണം, ഹൃദയം ദൈവം തുറക്കണം, വായ് ദൈവം തുറക്കണം, ബുദ്ധി ദൈവം തുറക്കണം, കർത്താവിന് പ്രവർത്തിക്കാനുള്ള വാതിൽ ദൈവം തുറക്കണം, വചനത്തിൻ്റെ വാതിൽ ദൈവം തുറക്കണം. ഇതെല്ലാം വാതിലുകൾ. ഇന്ന് ദൈവം ഹൃദയവാതിക്കൽ നിന്ന് മുട്ടിക്കൊണ്ടിരിക്കുക. കർത്താവിനെ സ്വീകരിച്ച് കർത്താവിൻ്റെ ജനമായി കർത്താവിനെ സേവിക്കുവാൻ ജനങ്ങൾക്ക് വെളിപ്പാട് 3:20 പറയുന്നു, ഞാനിതാ വാതിക്കൽ നിന്ന് മുട്ടുന്നു. നമ്മൾ ഈ വാതിലൊന്ന് തുറന്നാൽ, ഹൃദയവാതിൽ തുറന്നാൽ ദൈവം നമുക്ക് വേണ്ടി ഈ 7 വാതിലും തുറന്നു തരും. എത്ര അനുഗ്രഹീതമായ കാര്യം, എത്ര വിലപ്പെട്ട കാര്യം. ദൈവമക്കളെ, നമുക്ക് ഇന്ന് കർത്താവിൻ്റെ വചനത്തിലെ അത്ഭുതങ്ങളെ കാണുവാൻ കഴിയുന്നുണ്ടോ? നമ്മുടെ കണ്ണ് തുറക്കപ്പെട്ടിട്ടുണ്ടോ? നമുക്ക് ദൈവികമായിരിക്കുന്ന നിർദ്ദേശങ്ങൾ കേൾക്കുവാൻ നമ്മുടെ ചെവി തുറക്കപ്പെട്ടിട്ടുണ്ടോ? നമുക്ക് ദൈവത്തിൻ്റെ വചനം വിശ്വസിക്കാൻ തക്കവണ്ണം നമ്മുടെ ഹൃദയം ദൈവം തുറന്നിട്ടുണ്ടോ? നമുക്ക് ദൈവം ചെയ്ത ഉപകാരങ്ങൾക്ക് വേണ്ടി നന്ദി കരയേറ്റുവാൻ, സ്തുതിക്കുവാൻ നമ്മുടെ വായ് ദൈവം തുറന്നിട്ടുണ്ടോ? നമുക്ക് തിരുവെഴുത്തുകളെ തിരിച്ചറിയാൻ തക്കവണ്ണം ദൈവം നമ്മുടെ ബുദ്ധിയെ തുറന്നിട്ടുണ്ടോ? നമുക്ക് കർത്താവിൻ്റെ വേല ചെയ്യുവാൻ കർത്താവ് നമുക്ക് വാതിൽ തുറന്നു തന്നിട്ടുണ്ടോ? നമ്മൾ കർത്താവിൻ്റെ വചനം പ്രഘോഷിക്കുമ്പോൾ അതിലടങ്ങിയിരിക്കുന്ന
ആത്മീയമായ ആ ആഴമായ സത്യങ്ങൾ വെളിപ്പെടുത്തി കൊടുക്കുവാൻ തക്കവണ്ണം വചനത്തിൻ്റെ വാതിൽ നമുക്ക് വേണ്ടി ദൈവം തുറന്നു തന്നിട്ടുണ്ടോ? അതോ നമ്മൾ വായിച്ചിട്ടൊന്നും മനസ്സിലാകുന്നില്ല എന്നുള്ള അനുഭവമാണ്? നമ്മളെ തന്നെ ഒന്ന് പരിശോധിക്കുന്നത് നന്നായിരിക്കും. എത്ര വിലപ്പെട്ട കാര്യങ്ങളാണ്. അപ്പോൾ ഇവിടെ അതുകൊണ്ടാണ് നമ്മൾ ഇന്നലെ നമ്മൾ പറഞ്ഞില്ലേ, ഹൃദയദൃഷ്ടി പ്രകാശിക്കണം. നമ്മൾ കുരുടന്മാരാകാൻ പാടില്ല. കർത്താവ് നമുക്ക് തുറന്നു തന്നുള്ള ബോധ്യം അത് നമ്മളെ ഭരിക്കണം. നിങ്ങൾക്ക് ഈ വചനം നിങ്ങളുടെ ആത്മീയ ജീവിതത്തിൻ്റെ ഉന്നതിക്ക്, വളർച്ചയ്ക്ക് കാരണമായി തീരട്ടെ. കർത്താവിന് മഹത്വമുണ്ടാകട്ടെ. ആമേൻ.